അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരികളാണ് മെസ്സേജ് കേൾക്കുന്നതും ഈ കേൾക്കുന്ന നിങ്ങളും നിങ്ങളോട് പ്രസംഗിക്കുന്ന ഞാനും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു സത്യം, സർവശക്തനാകുന്ന ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത് ജീവിതത്തിന്റെ ഏതോ ഒരു സന്ധ്യായാമത്തിലാണ്. ഞാൻ ഒന്നും കൂടെ ഭാഗമൊന്ന് നിർത്തി പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വിളി കേട്ടവർ, ദൈവവിളി കേട്ട് യാത്ര ചെയ്യുന്നവർ, അക്കരെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരികൾ എന്നെ കേൾക്കുന്നു എങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നിങ്ങളിൽ ഒട്ടുമുക്കാൽ വ്യക്തിത്വങ്ങളും ദൈവത്തിന്റെ ശബ്ദം കേട്ടതും ദൈവവിളിക്ക് പ്രതികരിച്ചതും ദൈവമുഖം അന്വേഷിച്ചതും നിങ്ങളുടെ ജീവിതത്തിന്റെ ചില സന്ധ്യായാമത്തിലാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ സന്ധ്യായാമം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, പകലിന് അനവധിയായ മണിക്കൂറുകളുണ്ട്, രാത്രിക്കും അനവധിയായ മണിക്കൂറുകളുണ്ട്. ഒരു ദിവസത്തിന് 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഭൂരിഭാഗവും പകലും രാത്രിയുമാണ്. എന്നാൽ അതിൻ്റെ ഇടയിലെ ഒരു ഷോർട്ട് ടൈം മാത്രമാണ്, ഒരു ചുരുങ്ങിയ സമയം മാത്രമാണ് സന്ധ്യാസമയം അഥവാ സന്ധ്യയുടെ യാമം എന്ന് പറയുന്നത്. പകലിന് അനേക മണിക്കൂറുകൾ, രാത്രിക്കും അനേക മണിക്കൂറുകൾ. പക്ഷേ സന്ധ്യായാമം എന്ന് പറയുന്നത്, സന്ധ്യാസമയം എന്ന് പറയുന്നത് ഒരു 7-8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ 4-5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ടൈമല്ല. അതൊരു ഷോർട്ട് ടൈമാണ്. ഉദിച്ചു നിൽക്കുന്ന സൂര്യൻ പതിയെ അസ്തമിക്കുവാൻ ആരംഭിക്കുന്ന ഒരു സമയമാണ്. ആ അസ്തമനയ സമയത്തെയാണ് സന്ധ്യായാമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. വെളിച്ചം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെളിച്ചമുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇരുട്ടാണോ എന്ന് ചോദിച്ചാൽ ഇരുട്ടല്ല, എന്നാൽ ഇരുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുട്ടുണ്ട്. ഇങ്ങനെ ഒരു രണ്ടും കെട്ട അനുഭവവും അവസ്ഥയിൽ ഉള്ള സമയമാണ് സന്ധ്യായാമം എന്ന് നാം മനസ്സിലാക്കേണ്ടത്. തിരിച്ചറിയുക, പകല് അനവധി മണിക്കൂറുകളാൽ നിറഞ്ഞു നിൽക്കുന്നു, രാത്രി അനവധി മണിക്കൂറുകളാൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഉദിച്ചു നിന്നിരുന്ന സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങുന്ന, ഇരുട്ട് പതിയെ കയറി വരാൻ തുടങ്ങുന്ന ഒരു സമയം നമുക്കറിയാം. സന്ധ്യാസമയമായി കഴിഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും രാത്രിയാകുന്നത്, ഇരുട്ടാകുന്നത്. പലപ്പോഴും വീട്ടുമുറ്റത്തെ ലൈറ്റുകൾ പലപ്പോഴും വളരെ വേഗത്തിൽ ഓണാകും. സന്ധ്യയാകുന്നെന്ന് കണ്ടാൽ നനച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇരുട്ടാകുകയും അവിടെ നമുക്ക് പിന്നെ പ്രകാശം ബൾബുകൾ ഉപയോഗിച്ചൊക്കെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം, ഇരുട്ട് പതിയെ അകത്തേക്ക് കയറുന്ന സന്ധ്യായാമം, ഉദിച്ചു നിന്നിരുന്ന സൂര്യൻ അസ്തമിക്കുവാൻ തുടങ്ങുന്ന സന്ധ്യായാമം. പകലാണോ? അല്ല. രാത്രിയാണോ? അതുമല്ല. വെളിച്ചമുണ്ടോ? എന്നാ അതുണ്ട്. ഇരുട്ടാണോ? എന്നാ അതുമല്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിത്വങ്ങൾ കൂടുതലും അവരുടെ ആ അനുഭവത്തിന്റെയും അവസ്ഥകളുടെയും നടുവിലാണ് പലപ്പോഴും അവർ ദൈവമുഖം അന്വേഷിച്ചതും, അല്ലെങ്കിൽ സർവശക്തനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും കൃപയും കരപ്രവർത്തികളും വ്യക്തിപരമായി ജീവിതത്തിൽ മനസ്സിലാക്കിയതും. ഞാനൊന്ന് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അതിനകത്ത് വല്ല ബെനിഫിറ്റും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ബെനിഫിറ്റും ഇല്ല. എന്നാൽ അടച്ചുപൂട്ടിയോ? അതുമില്ല. കുടുംബജീവിതമുണ്ടോ? നിങ്ങൾ വിവാഹിതരാണോ? കുടുംബജീവിതം ഉണ്ടോ? ഉണ്ട്. എന്നാൽ ആ കുടുംബജീവിതത്തിൽ വല്ല സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടോ? ഇല്ല. മക്കളുണ്ടോ? ഉണ്ട്, മക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? ഉണ്ട്, അതുകൊണ്ട്. എന്നാൽ ആ മക്കളിൽ നിന്നും മാതാപിതാക്കൾ പ്രതീക്ഷിച്ചതായ നന്മയോ സ്വസ്ഥതയോ സന്തോഷമോ വല്ലതും അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ മക്കളെക്കുറിച്ച് വലിയ പ്രതീക്ഷ മനസ്സിലുണ്ടായിരുന്ന ഉണ്ട്. ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ അതിനകത്ത് വല്ല നന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു നന്മയും ഇല്ലാത്ത ഒരു സാഹചര്യം. പകലാണോ? അല്ല. രാത്രിയാണോ? അല്ല. ഇരുട്ടുണ്ടോ? ഉണ്ട്. എന്നാ വെളിച്ചമുണ്ടോ? ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സന്ധ്യയുടെ യാമം എന്ന് പറയുന്നത്. സന്ദേശം കേൾക്കുന്ന എൻ്റെ മാന്യ സഹോദര സഹോദരി, ദൈവ പൈതലേ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുവഴുത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉദിച്ചു നിന്നിരുന്ന ചില നന്മയുടെ സൂര്യൻ,
പെതിയെ അസ്തമിക്കുവാൻ തുടങ്ങി. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തള്ളിക്കയറി വരുന്ന ഒരു സാഹചര്യം, മക്കളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു സാഹചര്യം, കുടുംബജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു സാഹചര്യം, സാമ്പത്തിക മേഖലയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഒരു സാഹചര്യം, ജീവിതത്തിൽ പ്രതീക്ഷയോടെ ഉദിച്ചു നിന്ന പല നന്മകളും കൺമുൻപിൽ അസ്തമിച്ച് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം, പ്രതീക്ഷിക്കാത്ത ഒരു ഇരുട്ടകത്തോട്ട് കയറി വന്ന് ഈ ഇരുട്ട് എന്നെ അങ്ങ് കാർന്ന് തിന്നുകളയുമോ, ഇതിനകത്ത് ഞാൻ തീർന്നു പോകുമോ, ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ അവസാനിച്ചു പോകുമോ, ഇനി എനിക്കൊരു ലൈഫ് ഉണ്ടോ, ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുമോ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വ്യത്യാസവും സ്വസ്ഥതയും സന്തോഷവും സമാധാനത്തിൻ്റെതായ ഒരു നാളുകൾ ഉണ്ടാകുമോ എന്ന് മനസ്സിൽ തോന്നിപ്പോകുന്ന ഒരു സന്ധ്യായാമത്തിന്റെ അനുഭവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ തിരിച്ചറിയുക, സന്ധ്യായാമത്തിങ്കിൽ നിന്റെ കർണപുടങ്ങളിൽ മുഴങ്ങുന്ന ഒരു ദൈവശബ്ദമുണ്ട്. എഴുന്നേൽക്ക, എഴുന്നേൽക്ക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ദൈവശബ്ദത്തെ കേൾക്കാനായി കഴിയുന്നു? എത്ര പേർക്ക് അത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു? എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ ജനമേ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷ, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള പ്രതീക്ഷ, അവരുടെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷ, കുടുംബജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷ, ശുശ്രൂഷകളെ കുറിച്ചുള്ള പ്രതീക്ഷ, ആരോഗ്യത്തെ കുറിച്ചുള്ള പ്രതീക്ഷ, ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന പലതും കൺമുൻപിൽ അസ്തമിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ ചെവി തുറന്ന് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും അസ്തമിക്കാത്തൊരു പ്രതീക്ഷയുണ്ട്. അതാരാന്നറിയാമോ? ആ അസ്തമിക്കാത്ത സൂര്യൻ നീതി സൂര്യനാകുന്ന ക്രിസ്തു. ലോകത്തിലുള്ള സകല സൂര്യനുകളും അസ്തമിച്ചാലും നിന്റെ മുമ്പിലുള്ള വെളിച്ചം പതിയായി ഇറങ്ങിപ്പോയി ഇരുട്ടകത്തേക്ക് കയറി വരുന്ന സന്ധ്യയുടെ അവസ്ഥകൾ മുൻപിലുണ്ടെങ്കിലും, സുഹൃത്തെ, സഹോദര, സഹോദരി, മാതാപിതാക്കളെ, ദൈവദാസനെ, പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തിൽ നിന്ന് പറയുന്നു, ലോകത്തിലുള്ള മുഴുവൻ പ്രതീക്ഷകളും നിനക്ക് അറ്റുപോയാലും കൈവിട്ടുപോയാലും കൈവിട്ടുപോകാത്തൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശുവിലുള്ള പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കുന്നില്ല. യേശുവിലുള്ള പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്കൊരു രോഗമുണ്ടായി, ആ രോഗത്താൽ നിങ്ങൾ മരിച്ചു പോകുമെന്ന് മനുഷ്യനും വൈദ്യശാസ്ത്രവും നിങ്ങളെ അറിയിച്ചാലും യേശു ക്രിസ്തുവിലുള്ള പ്രതീക്ഷ അവിടെയും അവസാനിക്കുന്നില്ല. ഏതു മാറാരോഗിയെയും അവന് സുഖപ്പെടുത്താൻ കഴിയും. മരണത്തിന്റെ കിടക്കയെ അവന് മാറ്റി മറിക്കാൻ കഴിയും. മരിച്ചതിനെ അവന് ഉയർപ്പിക്കാൻ കഴിയും. ഇല്ലാത്തതിനെ അവന് ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയും. അങ്ങനെയാണെങ്കിൽ രോഗങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തു എന്ന സൂര്യൻ അസ്തമിക്കുന്നില്ല, ഉദിച്ചു തന്നെ നിൽക്കുന്നു. ആരെല്ലാം കൗൺസിൽ ചെയ്തിട്ടും, ആരോടൊക്കെ സംസാരിച്ചിട്ടും, എന്നൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്ക ഗുളിക കഴിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ യാതൊരു സമാധാനവും സ്വസ്ഥതയുമില്ല. സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ മാനുഷിക സൂര്യന്റെ കിരണങ്ങൾ അസ്തമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നതെങ്കിൽ, സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തു എന്ന സൂര്യൻ അസ്തമിക്കുന്നില്ല. ഏത് അസമാധാനം അനുഭവിക്കുന്ന വ്യക്തിയെയും, ഏത് അസ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബത്തെയും സമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ സമാധാനത്തിന്റെ പ്രഭുവായ യേശു ക്രിസ്തുവിന് കഴിയും. ലോകം മുഴുവൻ നിങ്ങളെ കൈവിട്ട് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ മനുഷ്യരെല്ലാം നിങ്ങളെ മറന്നുകളഞ്ഞ്, നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞവരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞാലും, സഹായത്തിന്റെ കിരണങ്ങൾ അസ്തമിച്ചു പോയാലും, സഹായിക്കാമെന്ന് പറഞ്ഞ സൂര്യൻ നിന്റെ മുമ്പിൽ അണഞ്ഞു പോയാലും, ഒരിക്കലും അസ്തമിക്കാത്ത സഹായത്തിന്റെ കരം നീട്ടുന്ന ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല. തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തുപോകില്ല. നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കരങ്ങളിൽ വഹിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത ആ പ്രത്യാശയുടെ സൂര്യൻ, ആ ഉദയ സൂര്യനായ ക്രിസ്തു, ആ പ്രഭാത നക്ഷത്രമായ ക്രിസ്തു ജീവിക്കുന്നു. ആ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ജീവിതത്തിന്റെ സന്ധ്യായാമത്തിന്റെ നടുവിലൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ,
നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായ പ്രവൃത്തികൾ വെളിപ്പെടുന്നെങ്കിൽ, മരിക്കാത്തത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു ബ്രദർ, ജനിച്ചു പോയത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു പാസ്റ്റർ എന്ന നിലയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, സുഹൃത്തെ, നിന്റെ പ്രതീക്ഷകൾ കൈവിട്ടു പോകരുത്. സഹോദരാ, നീ നിരാശപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ എന്തെല്ലാം തകർച്ചകൾ സംഭവിച്ചാലും, നിന്റെ മുമ്പിൽ ഉദിച്ചു നിന്നിരുന്ന എന്തെല്ലാം നന്മകൾ താഴ്ന്നു പോയാലും, ഒരിക്കലും കൈവിടാത്ത, ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും തള്ളിക്കളയാത്ത ഹല്ലേലൂയ അടവി തരുക്കൾക്കിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരുടെ നടുവിൽ കാണുന്ന ക്രിസ്തുവിനെ എത്ര പേർ കാണുന്ന പ്രിയപ്പെട്ടവരെ? എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പ്രതീക്ഷയുടെ കിരണങ്ങൾ അസ്തമിക്കുന്ന രാത്രിയിലും, എന്റെ കണ്ണുകൊണ്ട് കണ്ട പല പ്രതീക്ഷയുടെ സൂര്യൻ എന്റെ മുമ്പിൽ അസ്തമിക്കുന്ന സന്ധ്യയിലും, ഒരിക്കലും അസ്തമിക്കാത്ത ഒരു പ്രതീക്ഷ, ഒരിക്കലും കൈവിടാത്ത ഒരു പ്രതീക്ഷ, ഒരിക്കലും മറക്കാത്തൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ എനിക്ക് ക്രിസ്തുവിലാണ്. എന്നെ കൈവിടാത്ത ആ കർത്താവിനെ ഞാൻ കാണുന്നത് അടവി തരുക്കൾക്കിടയിൽ ഒരു നാരകമെന്ന പോലെ, വിശുദ്ധരുടെ നടുവിൽ, പരിശുദ്ധവാന്മാരുടെ നടുവിൽ ഞാൻ കാണുന്നു എന്നെ മറക്കാത്ത, എന്നെ കൈവിടാത്ത, എന്നെ ഉപേക്ഷിക്കാത്ത, സന്ധ്യയുടെ യാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറയുന്ന യോഗ്യനായ, ശ്രേഷ്ഠനായ എൻ്റെ ക്രിസ്തുവിനെ. വ്യക്തിപരമായി അത് അനുഭവിക്കുന്നവർ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം.